ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉള്ളിലോട് ഇറക്കി തൊടുപുഴ ഇറക്കിയിട്ട് നേരെ പെരുമ്പാവൂർ വന്ന് അവിടെ ലോഡൊന്നും സെറ്റായില്ല കേട്ടോ. പണിക്കാരൊക്കെ ലീവാണ്, എല്ലാം നാട്ടിൽ പോയിട്ടുണ്ട്. ഒക്കെ ഇലക്ഷൻ സംബന്ധിച്ചൊക്കെ നാട്ടിലാണ്, ആരും പണിക്കാരില്ല. അപ്പോൾ നമുക്ക് എടപ്പാളിൽ നിന്ന് തേങ്ങലോട് കിട്ടിയപ്പോൾ നമ്മൾ രാത്രി അവിടുന്ന് രാത്രിയല്ല വൈകുന്നേരം വണ്ടി എടുത്തിട്ട് പോകുന്നു. അതാ നമ്മൾ തേങ്ങലോട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പണിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരം വന്നിങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാം. നരണിപ്പുഴ പാലാട്ടോ, നരണിപ്പുഴ പാലം. നല്ല അടിപൊളി സ്ഥലമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ വെയിലത്തിൻ്റെ വലിയ ചൂടറിയണില്ല, കാറ്റുള്ളതുകൊണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ സമയത്ത് വന്നിരുന്നാലേ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. ആകെ പായൽ ഒക്കെ മൂടി കിടക്കുന്നുണ്ട്. പുഴയിൽ ചെറിയൊരു തോണിയൊക്കെ ഉണ്ട്. പായലാണ്. പായല് വിട പൂപ്പല് വിട എന്നേക്കും വിട. അവിടെ ഒരു ഏട്ടം മീൻ പിടിക്കുന്നുണ്ട്. വലയുണ്ട്, വല. ചെറിയൊരു പാർക്കൊക്കെ കാണാണ്ട് കുട്ടികൾക്ക് ഇരിക്കാനുള്ള നല്ല രസമുള്ള സ്ഥലമാണ്. UDF ബുക്ക് 2026 പാലത്തിൻ്റെ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത്. വിചിത്രൻ വി അല്ല പി ആണ്. പി ചിത്രൻ നമ്പൂതിരിപ്പാട് റോഡ്. അപ്പോൾ നമുക്ക് കർണാടക ടിപ്റ്റൂർ അല്ലെങ്കിൽ തുംകൂർ ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ലോഡ് ഇറക്കാൻ കേട്ടോ. കർണാടകയ്ക്കാണ് എന്തായാലും റോഡ്. പി ചിത്രം, സഖാവ് പി ചിത്രം നമ്പൂതിരിപ്പാട്. ഒരു വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട്. വേസ്റ്റ് വലിച്ചെറിയുന്നതും മാലിന്യങ്ങൾ കത്തിക്കുന്നതും ഒഴുക്കിവിടുന്നൊക്കെ കുറ്റകരമാണെന്നൊക്കെ വെച്ചു. അപ്പോൾ അതാ ലോഡൊക്കെ കയറ്റി പൊന്നാനിയാണ് തിളങ്ങണത്. പൊന്നാനി ഹൈവേയിൽ കയറാം. എൻട്രി ഓൺലി. പാലം കയറണ്ട, കുറ്റിപ്പുറത്തേക്ക് പാലം കയറണ്ട. ഇത് കുറേ റോഡുണ്ട് സർവീസ് റോഡിനാകുമ്പോൾ. പാലം കയറിക്കോളും. ഇത്തിരി നല്ല റോഡുണ്ടാക്കിച്ചിട്ട് ഇതാണ് പറ്റാത്തത്. ലോറി 50 സ്പീഡ്, ബസ് 65, കാർ 80. ലോറിക്കൊക്കെ 80 ആക്കിക്കണല്ലോ കേന്ദ്രം. ലോറിക്ക് 80 സ്പീഡ് ആക്കിക്കണല്ലോ. സർക്കാരിന് ഇഷ്ടപ്പെടൂലേ? ഫൈൻ കൊടുക്കേണ്ടി വരുമോ? ഈ
എത്തി. അപ്പോൾ ബോർഡുമ്പോൾ കണ്ട ഓട്ടോസ് കയറാൻ പാടില്ല. ഓട്ടോസാണ് പോകുന്നത്, ബൈക്കാണ് അപ്പുറത്തോടെ പോകുന്നത്. ഇപ്പോൾ താഴെ സർവീസ് റോഡില്ലേ ഉണ്ടല്ലോ, താഴെ സർവീസ് റോഡ് ഉണ്ടല്ലോ. ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ ഉണ്ട്. അവിടെ തന്നെ സർവീസ് റോഡിന് ഇറങ്ങി വന്നാൽ മതി. ആ തറവാട്ടിക്ക് തറവാട്. പാട്ടക്കാണത്. അടിപൊളിയാണ്, നല്ല കയറ്റം. മല കയറാ. പുറത്ത് ചാടി ഇത് നോക്കി ഗൾഫാണ്. ഗൾഫാണ് പറയാം. പെരുന്നാവായ കുറ്റിപ്പുറം. ആ നമ്മളെ സർക്കാർ ഈ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മളെ സർക്കാരിനെ പൊന്തിച്ചോണ്ട്. സമയം കുറേ ആയി. കഴിഞ്ഞ ലോഡൊക്കെ 7 മണിക്ക് നാട്ടിലെത്തി. ഇവിടെ സ്മട്ടായിട്ട് തിരിച്ചാനായി. ഓട്ടടിക്കണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ നേരെ അടുത്ത കൂട്ടിക്കോ. ഞാൻ ഇറങ്ങി നോക്കട്ടോ. നമുക്ക് പഴയ പാലത്തും കൂടെ നേരെ റൈറ്റ് പോ. ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രമേ ഇപ്പോൾ പഴയ പാലല്ല. പുതിയ പാലം നോക്കാം. എന്താ ടെമ്പ് സെറ്റപ്പൊക്കെ ആയി. ഇവിടുത്തെ ജംഗ്ഷനിൽ ഇറക്കാം. ഇവിടെ ജംഗ്ഷനിൽ ഇറക്കാം. അപ്പോൾ ഹോസ്പിറ്റലുകളും ഒക്കെ തൃശ്ശൂർക്കുള്ള വണ്ടിയാണ്. ഗുരുവായൂർ വേണ്ടൊരു കാര്യമില്ല. അത് ആ ചങ്ങനകുളം പോലെ ചങ്ങനകുളം പോകാം. ഒരു ഇവിടുന്നല്ലേ തിരിയാ. കുന്നംകുളത്തുനിന്നല്ലേ തിരിയുള്ളൂ. കുന്നംകുളത്തുനിന്നല്ലേ തിരിഞ്ഞോളൂ. വലിയ ചങ്ങനകുളമല്ലേ. നമുക്ക് ഈ ജംഗ്ഷന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറക്കിയാൽ മതി. അവിടെ നമ്മൾ തിരിച്ചില്ല. ഈ ഊട്ടാൻ അടിച്ചില്ല. അവിടെ ഇറക്കിയാൽ മതി. കാര്യമൊക്കെ കാണുന്നത് ഇവിടെ നിർത്തും ബസ്. ഇവിടെ പണിക്കാരെ ഇവിടെ നിർത്തി കൊടുത്താൽ കേട്ടോ.
കുറച്ചും കൂടി മുന്നേ ആ ചോദിച്ചു നമ്മുടെ ബസ് വരുന്നുണ്ടോ ചങ്ങനകുളം തൃശ്ശൂർ ധീരെ ധീരെ പിന്നെ അവിടെ നമ്മൾ ഇങ്ങനത്തെ നേരെ തന്നെ പോയിട്ട് ഇവിടെ റോങ് സൈഡിൽ കയറി അവിടെ റോഡ് കഴിയും അല്ലല്ലേ നേരം അപ്പൊ അവിടെ പോയി ഊട്ടനടിക്കണ്ടല്ലേ നമ്മള് നേരത്തെ ഇറങ്ങിയ മാതിരി ഇവിടെ വൺ സൈഡുള്ളൂ വീതിയില്ല അവിടെ ഈ പണി നടത്തുന്നതിന് അങ്ങനെയാണ് കയറി പോയിട്ട് കോട്ടക്കൽ വളാഞ്ചേരി കോഴിക്കോട് അതൊക്കെ മുഴുവൻ ആകണമെന്നല്ല ഇപ്പോൾ റെഡി ആവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങേണ്ടി വരും അപ്പൊ കൂരിയാടോ അവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് പൈമേമിലേ അവിടെ അങ്ങോട്ട് എത്തുമ്പോ സർവീസ് റോഡ് കയറാണ് എല്ലാരും അതങ്ങനെ ലേറ്റ് എടുത്തല്ലോ നീ പാഞ്ഞു വരുമോ വേറെ ഫുള്ള് ബ്ലോക്ക് ചെയ്തോ എന്നിട്ട് ആ കാറേനാണ് പൊട്ടിയാണ് റിവേഴ്സ് ചെയ്താൽ റിവേഴ്സ് ചെയ്താൽ എന്തിനാണ് അവനോട് പോകാൻ പറഞ്ഞാളെ അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് വെച്ചാൽ അപ്പുറത്ത് ചാടുമോ നാട്ടിട്ട് കയറുമോ ഓൻ പോയി ബാക്കിൽ ദോസ്ത് പോയി കാണില്ല എനിക്ക് അതിലൊക്കെ വണ്ടികൾ തട്ടിക്കണതാ നമ്മളെ സർക്കാരിന്റെ മസാലേ അതൊക്കെ ടയറിന്റെ അടയാളം കണ്ടില്ലേ അത് വരുന്ന വണ്ടി അവനൊക്കെ റോങ് കയറുകയാണുള്ള ചിന്തയിലേ ഇവിടെ റോഡ് ഇങ്ങനെയാണ് സജ്ജീകരിച്ചുകൊണ്ട് ഇപ്പൊ തനക്കാലം എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ നേരെ വിട്ട മൈസൂർക്ക് അപ്പോൾ ഇതാ നമ്മുടെ ലോഡ് നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ നമുക്കത് തുംകൂരാണ് നമ്മൾ ഉള്ളത് കേട്ടോ തുംകൂരാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് നമ്മൾ തുംകൂർ എത്തിയിട്ടുണ്ട് രാത്രിയാണ് നമ്മളെത്തിയത് രാവിലെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാണ് ലോഡിങ് വെയിൽ ചൂടാണ് മുമ്പ് പെട്ടെന്ന് ലോഡ് ഇറക്കാനുള്ളത് അപ്പോൾ തുംകൂരാണ് നമ്മളെ സൈറ്റ് വന്നത് അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോഡൊക്കെ കല്ല് ഇനി ഈ ചാക്കൊക്കെ അയച്ചേക്കണം അല്ലെങ്കിൽ പാറി മറ്റുള്ളവരുടെ ശല്യമാവും അപ്പോൾ ചങ്ങായിമാരെ നമ്മളിത് ആ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് നാഷണൽ ട്രാൻസ്പോർട്ടിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് തുംകൂർ അതാണ് നമ്മൾ ട്രാൻസ്പോർട്ട് കേട്ടോ നാഷണൽ ട്രാൻസ്പോർട്ട് അവിടെ വണ്ടി ഇവിടെ അങ്ങനെ സൈഡാക്കിയിട്ടുണ്ട് വേറൊരു വണ്ടി ഉണ്ട് ആ വണ്ടി ഇപ്പോൾ വന്നതാണ് നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ലോഡ് എന്തെങ്കിലും ആകണതിന് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കട്ടെ പിന്നെ ലോഡായാലും കുഴപ്പമില്ല നമ്മളെ നേരത്തിന് നമുക്ക് ഭക്ഷണം കഴിക്കാം മറ്റേത് നമ്മൾ പുറത്ത് കഴിക്കേണ്ടി വരും എല്ലാം എടുത്തോ ഒക്കെ എടുത്തോ എല്ലാം എടുത്തോ എല്ലാ പൊടികളും എടുത്തോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് പരിപ്പ് കറി വിത്ത് ഉണക്കച്ചെമ്മീൻ ഇന്ന് പൊളിക്കും ഞങ്ങൾ ചാടിയില്ലേ മഞ്ഞൾപ്പൊടി
അപ്പോൾ കറി അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കണം. ചോറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനാവും. അപ്പോൾ അതാണ് നമ്മളെ സ്പെഷ്യൽ, പരിപ്പ് വിത്ത് ഉണക്കച്ചെമ്മീൻ. അഫീസിൻ്റെ സ്പെഷ്യലാണ്, അഫീസ് സ്പെഷ്യൽ. എന്താണ് അഫീസ? ഞാനുണ്ട് പറഞ്ഞു നോക്കട്ടെ. പിന്നെന്താ കാര്യങ്ങൾ ജീവിതത്തിൽ അങ്ങനത്തെ കറി കൂട്ടിയിട്ടില്ല. പരിപ്പ് ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി മിക്സ് ചെയ്ത് കഴിച്ചോക്കട്ടെ. അതല്ല അഫീസിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഉഷാർ കഴിക്കാറെന്ന് കരുതുന്നുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടേ. അപ്പോൾ തങ്ങന്മാരെ സമയം 6 മണിയായിട്ടോ. നമുക്ക് ഇന്ന് ലോഡൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ വണ്ടി ഒന്നും മാറി വേറെ വണ്ടി വന്നു. ഒരു സുന്ദരിക്കുട്ടി വന്നു. ഒരു സുന്ദരക്കുട്ടപ്പം അപ്പുറത്ത് നിൽക്കണം. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി പോയിട്ടുണ്ട്. നമുക്ക് നാളെ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. സമയം കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി അടുത്തൊരു പുതിയൊരു ലോഡും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സൂര്യനൊക്കെ താഴെ പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.